കാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പ്രിയപ്പെട്ടവരെ, സാക്ഷ്യങ്ങളെല്ലാം നമ്മൾ പ്രാർത്ഥനാപൂർവ്വം ശ്രവിക്കുകയായിരുന്നു. നേരത്തെ അറിയിപ്പിൽ പറഞ്ഞ പോലെ 9 സാക്ഷി ദിവസമാണ് നമുക്ക് ദൈവം തന്നിരിക്കുന്നത്. ഇപ്പോഴ് ഉദ്യോഗസ്ഥന്മാർക്കും ലീവ് കിട്ടാത്തവർക്കും വേണ്ടിയാണ് സെക്കൻഡ് സാറ്റർഡേയിലും ഇപ്പോഴാരാധന, ദിവ്യകാരുണ്യ ആരാധന ഉടമ്പടി ധ്യാന ദിവസമാക്കി മാറ്റിയിരിക്കുന്നത്. അങ്ങനെ 9 ദിവസങ്ങൾ നമുക്ക് സാക്ഷ്യങ്ങൾ കിട്ടാം. ഈ സാക്ഷ്യങ്ങളെല്ലാം നമ്മളെ അനുസ്മരിപ്പിക്കുന്ന ഒരു സത്യം, അവരെന്ത് ഒരു സ്റ്റോറി പോലെ അവരുടെ ദൈവാനുഭവങ്ങൾ പറയണത്. സാധാരണ സാക്ഷ്യങ്ങളെ പോലെയല്ല. നമുക്കറിയാം, ആൾക്കാരെ കയറി നിൽക്കുമ്പോൾ ഇവർക്ക് ഇവർ ഭയങ്കര അധികം സംസാരിക്കാത്ത സഭാകമ്പം ഉള്ളവരാണെങ്കിൽ പോലും സാക്ഷ്യ സമയത്ത് ഇവർക്ക് എന്നാ ഒരു പ്രത്യേക അഭിഷേകമാണ്. ഇവരുടെ ഭാഷകൾ ചേഞ്ച് ആവുന്നു, അതുപോലെ തന്നെ ഇവരുടെ ആക്സെൻ്റ്, എക്സ്പ്രഷൻസ്, അത് അവതരിപ്പിക്കുന്ന രീതികളെല്ലാം ഇങ്ങനെ ദൈവം ഏറ്റെടുക്കണ പോലെയാണ്. അവർക്ക് തന്നെ അറിയാം ശരിക്കും എങ്ങനെ ഞാനിതൊക്കെ പറഞ്ഞതെന്ന് തന്നെ ഓർക്കും. അത്രയും ചിട്ടയായിട്ടാണ് എന്താണ് നമ്മളുടെ ഹൃദയത്തിലേക്ക് എറിഞ്ഞു കൊള്ളേണ്ടതെന്ന് വളരെ ഉന്നം പിടിച്ച് പരിശുദ്ധാത്മാവ് ഇവരുടെ കൂടെ നിന്ന് പറയണ പോലെയാണ് സാക്ഷ്യങ്ങളുടെ പോക്ക്. അപ്പോൾ സാക്ഷ്യങ്ങൾ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, സാക്ഷ്യങ്ങളെല്ലാം എന്താണ്? സ്ഥിരീകരണമാണ്, അല്ലേ? സാക്ഷ്യങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സ്ഥിരീകരണമാണ്. ദൈവമായ കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുകയും സാക്ഷ്യങ്ങൾ കൊണ്ടവരെ, അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ടവരെ സ്ഥിരീകരിക്കുകയും ചെയ്തു. അതാണ് വചനം. മർക്കോസിൻ്റെ സുവിശേഷം 16:20. മർക്കോസ് 16:20. അടയാളങ്ങൾ കൊണ്ട് സ്ഥിരീകരിച്ചുവെന്ന്. എന്തിൻ്റെ സ്ഥിരീകരണമാണ് നടക്കുന്നത്? ഉടമ്പടിയുടെ സ്ഥിരീകരണമാണ്. നിങ്ങൾ ദൈവത്തോട് ചെയ്ത ഉടമ്പടിയുടെ സ്ഥിരീകരണമാണ് അടയാളങ്ങൾ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നിങ്ങൾ ഉടമ്പടി ചെയ്ത മക്കൾക്ക്, നിങ്ങൾക്ക് അപ്പോഴെന്നാ വരേണ്ടത്? വിശ്വാസം വേണം, പ്രത്യാശയും വേണം. എന്താണ്? ഈ സാക്ഷ്യം പറയുന്നവരുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച അതേ കർത്താവ് എനിക്കും അടയാളം തരും. എന്താ കാരണം? ഇനി ഇപ്പം നീ ക്ഷീണമായി കിടന്ന്, അല്ലെങ്കിൽ വെള്ളപ്പൊക്കം വന്നു, നിൻ്റെ 2-3 ദിവസത്തെ പ്രാർത്ഥന മുടങ്ങിപ്പോയി, അവിചാരിതമായി മനഃപൂർവ്വമല്ലാത്ത കാരണങ്ങളാൽ നമ്മുടെ ചില സമയത്ത് നമുക്ക് ഉടമ്പടി മുടങ്ങിപ്പോകും. അപ്പോൾ നിങ്ങൾ മനസ്സ് ഡൗൺ ആകേണ്ട കാര്യമില്ല. എന്താ? അത് മനഃപൂർവ്വമല്ലാത്ത കാരണങ്ങളല്ലേ? എന്താ? അപ്പോഴ് നമ്മൾ അവിശ്വസ്തമായിരുന്നാലും ഉടമ്പടിയുടെ എഗ്രിമെൻ്റ് എന്താണ്? ദൈവം വിശ്വസ്തനായിരിക്കും. അതാണ് കഴിഞ്ഞ ആഴ്ചയിലെ കിട്ടിയത് വചനം. എന്താണ്? 2 തിമോത്തി 2:13. 2 തിമോത്തി 2:13. നിങ്ങൾ അവിശ്വസ്തനായിരുന്നാലും ദൈവം വിശ്വസ്തനായി. അപ്പം അതുകൊണ്ട് ഒരിക്കലും ഒരു പ്രാർത്ഥന മുടങ്ങിപ്പോയി എന്ന് വിചാരിച്ചുകൊണ്ട്, നിങ്ങൾ ആ സമയം തെറ്റിപ്പോയെന്ന് വിചാരിച്ചുകൊണ്ട് ഒന്നും മക്കളെ മനഃപൂർവ്വമാകാതിരുന്നാൽ മതി. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ആവശ്യമില്ലാത്ത ഒരു ടെൻഷനും വേണ്ട. അപ്പം നമ്മൾ അവിശ്വസ്തനായിരുന്നാലും ദൈവം, അല്ലാതെ നിങ്ങളൊരു പ്രാർത്ഥന മുടങ്ങിപ്പോയത് കൊണ്ടാണ് എൻ്റെ അനുഗ്രഹം താമസിക്കണമെന്ന് ചിന്തിക്കണത് ദൈവവചനത്തിന് അനുകൂലമല്ല. കാര്യം എന്താ? 2 തിമോത്തി 2:13 എന്താ പറയണത്? നമ്മൾ അവിശ്വസ്തനായിരുന്നാലും, പറഞ്ഞേ, അവൻ വിശ്വസ്തനായി തുടരും. എന്തുകൊണ്ടാണ് അവൻ വിശ്വസ്തനായി തുടരുന്നത് ഉടമ്പടിക്ക്? കാരണം തന്നെ നിഷേധിക്കുവാൻ അവന് കഴിയത്തില്ലെന്ന്. കാര്യം എന്താണ്? ദൈവ സ്വഭാവത്തിൽ വിശ്വസ്തനാണ്. അതുകൊണ്ട് തന്നെ നിഷേധിക്കാൻ ദൈവത്തിന് കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. കാര്യം ഈ ഉടമ്പടി വരുമ്പോൾ വരുന്നൊരു ഗുണം, ഇപ്പോൾ ഇതൊരു മറ്റ് പ്രാർത്ഥനാ രൂപങ്ങളല്ല.
ഇപ്പം നോക്കിയേ, ഈശോ തന്നെ വന്നു അല്ലേ? അപ്പോഴും ഉടമ്പടി എന്നുള്ള ആ പദ്ധതി ഈശോ മാറ്റണില്ല. ഉടമ്പടിയുടെ വാഗ്ദാനങ്ങളിൽ ഒരെണ്ണം കൂടി ഈശോ കൂട്ടിച്ചേർത്ത്, എന്താണ്? പാപത്തിന് പരിഹാരം ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ പരിഹാരത്തിൽ വിശ്വസിക്കുന്ന കർത്താവിൻ്റെ മരണത്തെ, പാപത്തിന് പരിഹാരമായുള്ള മരണത്തെ പ്രഖ്യാപിക്കുകയും പാപത്തിന് പരിഹാരമായി അവൻ അനുസരണപ്പെട്ട് മരിച്ച് പരിഹാരം ചെയ്തപ്പോൾ ദൈവം അവന് അത്യധികം ഉയർത്തിയ ആ ഉയർപ്പിൽ നമ്മൾ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ അവൻ ഉയർത്തെഴുന്നേൽപ്പ് നമുക്കും പങ്കാളിത്തം ലഭിക്കും. അങ്ങനെയാണ് നമുക്ക് നിത്യജീവൻ ലഭിക്കുന്നത്. കർത്താവിൻ്റെ കാലം വന്നപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന വാഗ്ദാനങ്ങളിൽ ഒരു വാഗ്ദാനം കൂടി ദൈവം കൂട്ടിച്ചേർത്ത്. എന്താ കൂട്ടിച്ചേർത്തത്? എന്നിൽ വിശ്വസിക്കുന്നവനും മരിച്ചാലും ജീവിക്കും. കൈ അടിച്ച് കർത്താവ് ദൈവമേ, അങ്ങയുടെ അഭിഷേക വചനത്തെ, അങ്ങ് നൽകിയ വാഗ്ദാനത്തെ കർത്താവേ നന്ദിയോടെ ഓർക്കുന്ന കർത്താവേ, നമ്മുടെ നൽകുന്ന ആത്മീയ ശക്തീകരണത്തെ നന്ദിയോടെ ഓർക്കുന്ന കർത്താവേ, കരങ്ങൾ വീശാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ചേർന്ന് പാടാം. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന്. അപ്പം പുരാതനമായ വാഗ്ദാനങ്ങളുടെ കൂടെ കർത്താവ് ഓരോ ഓഫറിങ്സ് കൂടി കൂട്ടിച്ചേർത്ത്. എന്താണത്? എന്നിൽ വിശ്വസിക്കുന്നവൻ പറഞ്ഞ് മരിച്ചാലും ജീവിക്കാം. ഇപ്പം 11:25 യോഹന്നാന്റെ സുവിശേഷം 11:25. ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എന്നിട്ട് ഈശോ ചോദിച്ച്, നീ ഇത് വിശ്വസിക്കുന്നുവോ? ആരോടാ ചോദിച്ചത്? മാർത്തായോട് അല്ലേ? നീ ഇത് വിശ്വസിക്കുന്നുവോ? അപ്പോൾ എന്താണ് മനുഷ്യരാശിക്ക് വേണ്ടി മാർത്ത ദൈവത്തോട് സംസാരിച്ചത്? എസ് മൈ ലോർഡ് എന്നാണ് പറഞ്ഞത്. ഉപകർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു. എന്താണ് വിശ്വസിക്കണത്? അങ്ങ് പറഞ്ഞേ, ലോകത്തിലേക്ക് വരാനിരുന്ന മിശിഹായാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വിശ്വസിക്കുന്നവൻ എന്താണ് വിശ്വസിക്കേണ്ടത്? മിശിഹായാണെന്ന് വിശ്വസിക്കണം. മിശിഹായാണെന്ന് വിശ്വസിക്കുമ്പോഴേ അത് ഓരോരുത്തരും ഓരോ രീതിയിലാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. ഇപ്പോൾ ഒരു മോള് സാക്ഷ്യം പറഞ്ഞില്ലേ? എന്നാ പറഞ്ഞത്? എനിക്ക് പ്രയാസമുണ്ടായപ്പോൾ എൻ്റെ ഒരു മനസ്സിലൊരു വചനം വന്ന് എന്താണ് പറഞ്ഞത്? അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എനിക്കൊരു ഡൈക്കോട്ടമി വന്നപ്പോൾ, ഒരു കൺഫ്യൂഷൻ അല്ലേ വന്നപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു വചനം വന്നു. അതാണ് സാക്ഷ്യം പറഞ്ഞത്. ആ സാക്ഷ്യം നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? അതാ സാക്ഷ്യപ്പെടുന്ന അവർക്ക് പോലും അറിയത്തില്ല അവരെന്നാ പറയണമെന്ന്. പരിശുദ്ധാത്മ അവരിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണ് എനിക്ക് ഒരു ഡൈക്കോട്ടമി, ഒരു കൺഫ്യൂഷൻ വന്നപ്പോൾ, ഒരു സംശയം വന്നപ്പോൾ എൻ്റെ മനസ്സിലേക്കൊരു വചനം വന്നു. എന്താണ് വചനം വന്നത്? അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പോഴേ ഈ വചനം നമ്മൾ ഉടമ്പടി പ്രകാരം ഒന്നെങ്കിൽ 30 വചനം എടുത്തിട്ട് അരമണിക്കൂർ വായിക്കും ആവർത്തിച്ച്, അല്ലേ? അല്ലെങ്കിൽ നമ്മളുടെ രീതി അനുസരിച്ചിട്ട് വായിക്കും. എന്തിനെങ്ങനെ വായിക്കണത്? ഇതുപോലെ തക്ക സമയത്ത് അറിവ് തരാൻ വേണ്ടിയാണ്. തക്ക സമയത്ത് അറിവ്. 2 കാര്യം ഈശോ പറയും. എന്താണ്? നീ ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ എന്ത് പറയണമെന്ന് മുൻകൂട്ടി ആലോചിച്ച് ഉറക്കാതിരിക്കാൻ ശ്രദ്ധിക്കുവേൻ. നീ എന്താണ് പറയേണ്ടതെന്ന് തക്ക സമയത്ത് നിനക്ക് അറിവ് തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ആ ലൂക്ക 12:7 തൊട്ട് 12 വരെയുള്ള തിരുവചനങ്ങളില്ലേ, തക്ക സമയത്ത് അറിവ് തരും. ഈ തക്ക സമയത്ത് അറിവ് തരാൻ നമ്മളെ സഹായിക്കണത് എന്താണ്? വചനവായനയാണ്. മനസ്സിലായില്ലേ? നമ്മുടെ ഉള്ളിൽ ആ വചനം കിടന്നാൽ മാത്രമേ. പരിശുദ്ധാത്മാവിൻ്റെ റോൾ എന്താ? അത് അനുസ്മരിപ്പിച്ച് തരികയാണ്. ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതെല്ലാം 14:26 യോഹന്നാന്റെ സുവിശേഷം,
ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, രോഗദുരിതങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. കർത്താവേ, അങ്ങ് വചനാഭിഷേകത്താൽ ഞങ്ങളെ പഠിപ്പിക്കുന്നതിനെ ഓർത്ത്, പ്രബോധനം നൽകുന്നതിനെ ഓർത്ത് ഞങ്ങളങ്ങനെ സ്തുതിക്കുന്ന കർത്താവേ, സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ആ മകളുടെ കൺഫ്യൂഷനിൽ പരിശുദ്ധാത്മാവ് എന്താണ് അനുസ്മരിപ്പിച്ച് കൊടുത്തത്? അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. അപ്പോൾ അത് യോഹന്നാൻ്റെ സുവിശേഷമാണ്. 21-ാം അധ്യായം 27-ാം തിരുവചനമാണ്. 21-ാം അധ്യായം ഈശോ ആരോട് പറഞ്ഞതാണത്? അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. ഈശോ ആരോട് പറഞ്ഞതാണ്? വിശുദ്ധ തോമാസ് ശ്ലീഹായോട് പറഞ്ഞതാണ്. എന്തുകൊണ്ടാണ് തോമാസ് ശ്ലീഹയോട് അങ്ങനെ പറയാൻ കാരണം? അതെ, അവിടുത്തെ ആണിപ്പഴുതുകൾ കണ്ടല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. അപ്പം കണ്ടേ വിശ്വസിക്കൂ. അപ്പോഴേ നമ്മളെ ഉടമ്പടിയുടെ ചില വിഷയങ്ങൾ താമസിക്കുമ്പോൾ നിങ്ങൾ ശാഠ്യം പിടിക്കരുത്. എന്താണ്? കണ്ടേ വിശ്വസിക്കൂ എന്ന് പറയരുത്. എന്താ പ്രശ്നം എന്നറിയാമോ? ഉടമ്പടി ഫോളോ ചെയ്യണത് തോമസ് അപ്പോസ്തലൻ്റെ ഫെയ്ത്ത് ബ്രാൻഡല്ല. തോമസ് അപ്പോസ്തലൻ്റെ ഫെയ്ത്തിന് കുഴപ്പമൊന്നുമില്ല. അത് കർത്താവ് ഇല്ലാത്തൊരു കാലം വരുമ്പോൾ ഇനി കാണാതെ വിശ്വസിക്കണം എന്ന് മനുഷ്യരാശിയെ പഠിപ്പിക്കാൻ വേണ്ടി തോമസ് അപ്പോസ്തലനെ ഈശോ ഒരു ടീച്ചിങ് എയ്ഡായിട്ട് ഉപയോഗിച്ചു. അത്രയേ ഉള്ളൂ. പക്ഷേ ഉടമ്പടി ഫോളോ ചെയ്യുന്ന ആരുടെ ഫെയ്ത്താണ്? മരിയൻ ബ്രാൻഡാണ്. ഫെയ്ത്ത് പല ബ്രാൻഡുണ്ട്. ബൈബിളിൽ പല ബ്രാൻഡഡ് ഫെയ്ത്തുണ്ട്. മരിയൻ ഉടമ്പടി ഫോളോ ചെയ്യുന്നത് നിങ്ങൾക്കറിയാമല്ലോ. ഉടമ്പടി ഒരു മരിയൻ പ്രെയർ അല്ല. ഉടമ്പടി ദൈവത്തോടാണ്, ഈശോയോടാണ് നമ്മൾ ഉടമ്പടി ചെയ്യണത്. ആര് വഴി? പരിശുദ്ധ അമ്മ വഴി. അപ്പം അമ്മ അവിടെ ഉടമ്പടിയുടെ മധ്യസ്ഥയും വിറ്റ്നസ്സുമാണ്, സാക്ഷിയുമാണ്. പക്ഷേ ഉടമ്പടി ഫോളോ ചെയ്യണത് ആരെയാണ്? ഫെയ്ത്ത് ബ്രാൻഡ് ആരുടെയാണ്? മരിയൻ ഫെയ്ത്താണ്. അതിനെക്കുറിച്ച് നമുക്ക് എന്താണ് മരിയൻ ഫെയ്ത്ത് എന്ന് പറയണത്? മരിയൻ ഫെയ്ത്ത് എന്താണ്? മരിയൻ ഫെയ്ത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണത്, അതായത് അമ്മയുടെ ഫെയ്ത്ത് എന്ന് പറയുന്നത് സാധാരണ മാർത്തായുടെ ഫെയ്ത്ത്, സെൻറ്റ് തോമസിൻ്റെ ഫെയ്ത്ത്, സെൻറ്റ് പീറ്ററിൻ്റെ ഫെയ്ത്ത്. ഫെയ്ത്തിൻ്റെ പ്രശ്നം, ഫെയ്ത്തിന് കുറേ സ്റ്റാൻഡേർഡ് ഓഫ് ഫെയ്ത്ത് ഉണ്ട് വിശ്വാസത്തിന്. ഇപ്പം നമ്മൾ റെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ് തുടങ്ങണത് എങ്ങനെയാണ്? വെള്ളയെന്നാണ് തുടങ്ങുന്നത്. വെള്ള, റോസ്, കടൻ റോസ്, ചുവപ്പ്, പിന്നെയും ചുവപ്പ് കയറുമ്പോൾ ഡീപ്പ് റെഡ്, ബ്ലാക്ക്. അപ്പോൾ വെള്ളയെന്ന് ബ്ലാക്ക്, എല്ലാ കളറും സഞ്ചരിക്കണത് എങ്ങനെയാണ്? വെള്ളയെന്ന് പച്ചയാണെങ്കിലും പച്ച വെള്ളയും തുടങ്ങും. വെള്ള, ഇളം പച്ച, തത്തപ്പച്ച, കരിമ്പച്ച, ഒലിവ് ഗ്രീൻ, ബ്ലാക്ക് ഗ്രീൻ. അപ്പോൾ ഈ ഫെയ്ത്തിൻ്റെ അവസ്ഥ ഇത് തന്നെയാണ്. വിശ്വാസം എന്ന് പറയുന്നത് തന്നെ ഓരോ ബ്രാൻഡഡ് ഉണ്ട്. അതുകൊണ്ട് നമ്മളെപ്പോഴും നോക്കണത് ഏറ്റവും മാതൃകാപരമായ വിശ്വാസം ആരുടെയാണെന്ന് നോക്കിയിട്ടാണ് ഉടമ്പടിയിൽ അത് പ്രൊമോട്ട് ചെയ്യണത്. ഉടമ്പടി ആരുടെ ഫെയ്ത്താണ് പ്രൊമോട്ട് ചെയ്യണത്? മരിയൻ ഫെയ്ത്താണ്. മരിയൻ ഫെയ്ത്തിൻ്റെ പ്രത്യേകത എന്താ? അമ്മയുടെ ഫെയ്ത്തിൻ്റെ പ്രത്യേകത എന്താ? അപ്പം അമ്മ എന്താണ്? നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കുമെന്ന് പറഞ്ഞില്ലേ അല്ലേ? അപ്പോൾ അമ്മ റീസണബിളായിട്ട് ചോദിക്കും, എന്താണ്? ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ലുക്ക 1:34 നമ്മൾ ഇടയ്ക്ക് ധനിക്കണതാ. അപ്പോഴതിന് മറുപടി പറയും, എന്താണ്? പരിശുദ്ധാത്മാവ് പറഞ്ഞേ നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്നിൽ പ്രവർത്തിക്കും. എന്നിട്ട് പിന്നീട് അത്യുന്നതൻ്റെ ശക്തി പ്രവർത്തിച്ച ഇടങ്ങളെ മാതൃക കാണിക്കും. ടീച്ചിങ് എയ്ഡ് കാണിക്കും. മാതൃക. ആരാണ് മാതൃക എന്ന് പറയണത്? എലിസബത്താണ് മാതൃക. അടയാളം കാണിക്കും. എന്നിട്ട് എന്ത് പറയും? നിൻ്റെ ചാർച്ചക്കാരിയല്ലേ എലിസബത്ത്? അവൾ വൃദ്ധയല്ലേ എന്ന് ചോദിക്കും. അവൾ വന്ധ്യയല്ലേ? രണ്ട് പ്രശ്നങ്ങളാണ് ഉള്ളത്. എലിസബത്തിൻ്റെ കുഞ്ഞ് ജനിക്കുന്നതിന് 2 ഇമ്പഡിമെൻറ്റ്സ് വരും. എന്താണ്? ഒന്ന് അവർ വൃദ്ധ, രണ്ടാമത്തത്
വന്ധ്യ, വൃദ്ധയും വന്ധ്യയുമല്ലേ? അപ്പം നടക്കാത്ത വിഷയമാണെന്നർത്ഥം. ഇപ്പോഴേ ഒരു കുഞ്ഞ് സാക്ഷ്യം, ജൂലിയ ഒരു സാക്ഷ്യം പറഞ്ഞില്ലേ? ജൂലിയ ICCRൻ്റെ എക്സാമാണ്. അപ്പോൾ അതെന്ന് പറയണത് അവൾ പറഞ്ഞു ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റാണ്, പക്ഷെ ഞാൻ എക്സാമിന് പോയപ്പോൾ കൂട്ടുകാരനെ കളിയാക്കി. എന്താ കാര്യം? പ്രാർത്ഥന കൊണ്ട് വലിയ കഥയൊന്നുമില്ല, മര്യാദക്ക് പഠിച്ച ബുദ്ധി ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഇത് പറ്റത്തുള്ളൂ പറഞ്ഞു. ആ ചോദ്യം ഡയലോഗ് ഉണ്ടാ കൂട്ടുകാരത്തി അവളോട് പറഞ്ഞത് എന്താണ്? പ്രാർത്ഥന കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, നമുക്ക് ബുദ്ധി ഉണ്ടാകണം. ഈ ICCR ഒക്കെ പഠിക്കണമെങ്കിൽ ബുദ്ധി ഉണ്ടാകണം, അതിനുള്ള കഴിവുണ്ടാകണം. അപ്പോഴേ അവളെന്നാ പറഞ്ഞത്? അവളുടെ കഴിവെന്താ? നമ്മളുടെയൊക്കെ കഴിവ്, വിശ്വാസയുടെ കഴിവെന്താ? കർത്താവാണ് കഴിവ്. നമുക്ക് മിനിമം ബുദ്ധി എല്ലാവർക്കും ഇന്ന് കർത്താവ് ജനിച്ചപ്പോൾ തന്നെ തന്നിട്ടുണ്ട്. പിന്നെ നമുക്കുള്ള വിശ്വാസയുടെ കഴിവെന്താ? അതാണ് നോട്ട് ബൈ മെറിറ്റ്. അതായത് Ephesians 2:8 ഉടമ്പടിയുടെ മർമ്മമാണ്. എന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. നിൻ്റെ മെറിറ്റ് യോഗ്യതയാലല്ല, എൻ്റെ കൃപയാൽ. കൈയടിച്ച് കർത്താവേ ദൈവമേ, ഞങ്ങളുടെ യോഗ്യതയിലാണല്ലോ, ഞങ്ങളുടെ കുറവുകളിലും ബലഹീനതകളിലും കർത്താവയുടെ കൃപ ചൊരിയുന്നുണ്ടല്ലോ. അവിടുത്തെ കൃപയാണ് ഞങ്ങൾക്ക് വേണ്ടത്, അത് ഞങ്ങളുടെ യോഗ്യതയല്ല. വിശ്വസിക്കുന്ന കർത്താവേ, പരമദിവ്യകാരുണ്യത്തിന് കൃപയെന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം നമ്മുടെ അക്കൗണ്ടിൽ പണമില്ല, പക്ഷെ നമ്മുടെ അപ്പൻ്റെ ക്രെഡിറ്റ് കാർഡും അതിൻ്റെ പാസ്വേഡും അപ്പൻ തന്നിട്ടുണ്ട്. പിന്നെ പ്രസവമൊന്നുമില്ലല്ലോ. പറഞ്ഞ മനസ്സിലായല്ലേ? നമ്മുടെ അക്കൗണ്ടിൽ പണമില്ല, പക്ഷെ അപ്പൻ്റെ ക്രെഡിറ്റ് കാർഡും അതിൻ്റെ പാസ്വേഡും അപ്പൻ തന്നിട്ടുണ്ട്. ഇത്രയുള്ള കാര്യം, വേറെ കുഴപ്പമില്ല. നിനക്കിതിനെക്കുറിച്ചൊക്കെ നല്ല ബോധം ഉണ്ടാകണമെന്ന് മാത്രമേ ഉള്ളൂ. ദൈവത്തെ അംഗീകരിക്കണം. അതാണ് തോമാസ് ശ്ലീഹ പറയണത്. തോമാസ് ശ്ലീഹയുടെ അംഗീകാരമാണ് ഏറ്റവും വലിയ അംഗീകാരം. വാട്ട് യു ഷുഡ് ഫെയ്ത്ത്, വാട്ട് ഷുഡ് ബിലീവ്. നീ എന്താണ് വിശ്വസിക്കേണ്ടതെന്ന് സെൻറ്റ് തോമസ് പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? എൻ്റെ കർത്താവാണെന്ന് വിശ്വസിക്കണം. അതാണ് യോഹന്നാൻ 1:28. ദൈവത്തെ വിശ്വസിക്കുമ്പോൾ വിശ്വസിക്കേണ്ടത് എന്താണ്? എൻ്റെ കർത്താവാണ്. പിന്നെന്താ വിശ്വസിക്കേണ്ടത്? എൻ്റെ ദൈവമാണെന്ന്. ഈ ദൈവത്തിൽ വ്യക്തിപരമായ പേര് നമ്മളുടെ എൻ്റെതെന്ന് ചേർക്കണത് ആരാ? ഈശോൻ്റെ കാലത്തിന് ശേഷം ഒരു വിശ്വാസിക്ക് ഉണ്ടാകേണ്ട ബന്ധമാണ് തോമാസ് ശ്ലീഹ ആ വാതിൽ തുറന്നിരിക്കേണ്ടത്. കൈയിടിച്ച് കർത്താൻ എന്റെ കർത്താവേ, എന്റെ യഹോവയെ, അങ്ങ് ദൈവമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. വിശ്വാസത്തെ ശക്തിപ്പെടുത്തണമേ, അധിക വിശ്വാസം നൽകണമേ. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, എന്റെ യഹോവയെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തെ വിശ്വസിക്കുമ്പോൾ ആ വിശ്വാസം കർത്താവ് എന്നാണ് വിശ്വാസം. അതൊക്കൊന്നും എൻ്റെ ചേർക്കണം, സ്നേഹം ചേർക്കണം എന്നർത്ഥം. പ്രാർത്ഥനയ്ക്കെല്ലാം വേണ്ട ഒരു സമവാക്യമാണ്. എന്താണ്? യേശു കർത്താവാണെന്ന് അക്ഷരം കൊണ്ട് ഏറ്റു പറയണതാണ് രക്ഷ പ്രാപിക്കാനുള്ള ആദ്യ നടപടി, അല്ലേ? റോമാ 10:9 നമ്മൾ വായിക്കുന്നുണ്ട്. എന്താണ്? യേശു കർത്താവാണെന്ന് പറഞ്ഞ് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിലെ വിശ്വസിക്കുകയും. അതാണ് നൈയാമിക അർത്ഥത്തിൽ രക്ഷ പ്രാപിക്കാനുള്ള, യേശുവിനെ പ്രാപിക്കാനുള്ള പ്രാഥമികമായ നടപടി. പക്ഷെ എന്താ ചെയ്യേണ്ടത്? അതൊക്കെ മുമ്പ് എൻ്റെ ചേർക്കണം. വെറുതെ കർത്താവാണെന്ന് പറയരുത്. അതാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചിറക്ക് താമസിക്കാൻ കാരണം. യേശു എൻ്റെ കർത്താവാണെന്ന് പറയണം. ചുമ്മാ കർത്താവാണെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. ആരാണ്?
എന്ന് പറഞ്ഞ യേശു എൻ്റെ കർത്താവാണ്, യേശു എൻ്റെ ദൈവമാണ്. കൈ അടിച്ച് കർത്താവാണ്. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, ഞാൻ അങ്ങയെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു, എൻ്റെ നിയോഗങ്ങൾ സമർപ്പിക്കുന്നു. വിശ്വാസമുണ്ട്. പിന്നെ ആത്മബന്ധത്തിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള സ്നേഹനിർഭരമായ വിശ്വാസമുണ്ട്. ഏതാണ് പ്രവർത്തനക്ഷമമാകണത്? ഗലാത്യർ 5:6 സ്നേഹത്താൽ പ്രവർത്തനക്ഷമമായ വിശ്വാസം. കൈയടിച്ച് കർത്താവ്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അപ്പോൾ തോമാശ്ലീഹയുടെ വിശ്വാസ ഭാഷ്യം എന്താണ്? വിശ്വസിക്കുന്നവൻ സ്നേഹത്തോടെ വിശ്വസിക്കുക. സ്നേഹമുണ്ടെങ്കിൽ പിന്നെ വിശ്വാസത്തിന് വലിയ പ്രസക്തി ഇല്ല. മനസ്സിലായില്ലേ? സ്നേഹം വർദ്ധിക്കുന്നതനുസരിച്ച് വിശ്വാസം അടയാളം അന്വേഷിക്കും. എന്താ കാര്യം? രാജസേവകൻ്റെ ഭൃത്യനെ സുഖപ്പെടുത്താൻ കർത്താവ് നേരിട്ട് ചെല്ലാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ കർത്താവ് എന്താ പറഞ്ഞത്? നിങ്ങൾ അടയാളങ്ങൾ കണ്ടല്ലാതെ വിശ്വസിക്കത്തില്ലല്ലോ എന്ന്, അല്ലേ? യോഹന്നാൻ 4:48. വിശ്വാസം അടയാളം അന്വേഷിച്ചുകൊണ്ടിരിക്കും, സ്നേഹം അടയാളം അന്വേഷിക്കത്തില്ല. Why we are following Marian brand of faith? എന്തുകൊണ്ടാണ് നമ്മൾ അമ്മയുടെ മാതൃകയിലുള്ള വിശ്വാസം അന്വേഷിക്കുന്നത്? അമ്മയുടെ വിശ്വാസം സാങ്കേതിക വിശ്വാസമല്ല. അമ്മയുടെ വിശ്വാസം സ്നേഹനിർഭരമായ വിശ്വാസമാണ്. അമ്മയോട് പറഞ്ഞാണ്, നിനക്ക് വേണമെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ പോയി എലിസബത്തിൻ്റെ വയറ് കാണാമെന്ന് പറഞ്ഞതാണ്. അതാണ് സംഭവം. നമ്മൾ ജപമാല പ്രാർത്ഥനയിൽ എലിസബത്തിനെ 3 മാസം അമ്മ എലിസബത്തിനെ, ഇളയമ്മയെ എലിസബത്തിനെ ശുശ്രൂഷിക്കാൻ പോയി. ബൈബിളില്ലാത്ത കാര്യമാണ്. നമ്മുടെ ഭക്ത ക്രിസ്ത്യാനി അമ്മയുടെ സ്വഭാവം അനുസരിച്ചുകൊണ്ട് എലിസബത്തിനെ ശുശ്രൂഷിക്കാൻ പോയതായിരിക്കുമെന്ന് നമ്മൾ സപ്പോസിങ് കരുതുകയാണ്. ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മയെ ശുശ്രൂഷിക്കാൻ പോയതാണെങ്കിൽ പ്രസവിച്ചിട്ട് പോന്നാൽ പോരായിരുന്നാന്ന് ചോദിച്ചു. ശരിയല്ലേ? പ്രസവ കാര്യത്തിന് വേണ്ടി ഗർഭിണികളെ കാണാൻ പോകുന്നവരും ശുശ്രൂഷിക്കാൻ പോകുന്നവരും ഇപ്പം കാനഡയിലേക്ക് സ്വിറ്റ്സർലൻഡിലേക്കൊക്കെ മക്കളുടെയും മരുമക്കളുടെയും പ്രസവത്തിന് പോണവരെന്താ പോയാണ്? 6-ാം മാസം പോയിട്ട് 9-ാം മാസം തിരിച്ചു പോരുകയാണ്. ഇവിടെ താമസിച്ച് കൊച്ചിനൊരു 10-90 വയസ്സാകുമ്പോൾ 10-90 ദിവസം ആകുമ്പോഴാണ് നമ്മൾ പോരണത്. അപ്പം ശുശ്രൂഷ മാത്രമല്ല ഉദ്ദേശമെന്ന് മനസ്സിലായി, അല്ലേ? കറക്റ്റല്ലേ? എന്തായിരുന്നു ഉദ്ദേശം? അമ്മ ചോദ്യത്തിന് മറുപടി പറയുകയാണ്. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അപ്പോൾ മറുപടി പറയാൻ എന്താണ്? പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്നിൽ ആവസിക്കും, അപ്പോഴും നിന്നിൽ നിന്ന് ഉത്ഭവിക്കുന്ന അത്യുന്നതൻ ദൈവപുത്രനെന്ന് വിളിക്കപ്പെടും. ഇനി സംശയം ഉണ്ടാ മേരി? ഞാനൊരു അടയാളം കാണിച്ചു തരാം എന്നാ പറയണത്. ഇനി സംശയം ഉണ്ടാ മേരി? അത്യുന്നതൻ്റെ ശക്തിയിൽ നിനക്ക് സംശയമുണ്ടോ? ആവസിക്കുന്നതിന് സംശയമുണ്ടോ? എങ്കിൽ ഞാൻ നിനക്ക് അടയാളം കാണിച്ചു തരാം. എന്താണ്? നിൻ്റെ ചാർച്ചക്കാരി എലിസബത്ത് വൃദ്ധയാണ്, വാർദ്ധക്യത്തിൽ അവൾ വന്ധ്യമായിരുന്നു. രണ്ട് തടസ്സങ്ങളാണ്. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ 2 തടസ്സങ്ങളുണ്ടാകാം. അതുകൊണ്ടാണ് നമ്മൾ ഉടമ്പടി ചെയ്യണത്. ഈ വിഷയം ദൈവത്തിൻ്റെ ശക്തി അത്യുന്നതൻ്റെ ഉടമ്പടിയുടെ ഉദ്ദേശം എന്താണ്? വാഗ്ദാന പേടകത്തിൻ്റെ മേൽ അത്യുന്നതൻ്റെ ശക്തി ആവസിച്ചു എന്നല്ലേ കർത്താവിൻ്റെ വചനം 40:35 പുറപ്പാട് പുസ്തകം. ഉടമ്പടി നമ്മൾ എന്താ ചെയ്യണത്? ദൈവത്തിൻ്റെ വചനം ഉൾക്കൊണ്ട് കഴിയുമ്പോൾ, ദൈവത്തിൻ്റെ വചനം ജീവിച്ച് കഴിയുമ്പോൾ we will be with the mark of covenant. നമ്മൾ തന്നെ വാഗ്ദാന പേടകമായി മാറുന്നു. അപ്പോഴെന്ത് സംഭവിക്കും? അത്യുന്നത ശക്തി ആവസിക്കുന്നു. അപ്പോഴങ്ങനെ അതാണ് ഉടമ്പടിയുടെ ഒരു മെക്കാനിസം എന്ന് പറയണത്. അറിയണം കറക്റ്റായിട്ട് ഉടമ്പടിയിൽ എന്ത് സംഭവിക്കുന്നു എന്ന് അറിയണം. നമ്മളെ തന്നെ വാഗ്ദാന പേടകമായി മാറുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിലേക്ക് അത്യുന്നത ശക്തി ആവസിക്കും. അത് വാർദ്ധക്യമായിരുന്നാലും ശരി, വന്ധ്യമായിരുന്നാലും ശരി.
കല്ലിൽ നിന്ന് ബൃഹത്സന്തതി ജനിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും. കൈയടിച്ച് കർത്താവ് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് മത്തായി ശ്ലീഹാ സുവിശേഷം 3:9 ഈ കല്ലിൽ നിന്ന് ബൃഹത്സന്തതികൾ ജനിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും. അപ്പം നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ ഇപ്പം തന്നെ ഒരു സഹോദരൻ സാക്ഷ്യം പറഞ്ഞില്ലേ, 40 ലക്ഷം കടമാണ്. 40 ലക്ഷം കടമാണ്. സഹായിക്കാനുള്ളവരെല്ലാം കല്ല് പോലെ ഇരിക്കുകയാണ്, അനക്കമില്ല. ഉടമ്പടി ചെയ്ത് കഴിഞ്ഞപ്പോൾ കല്ലെല്ലാം അപ്പമാകാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ഒരു ബന്ധു 20 ലക്ഷം ഉടനെ കൊടുത്തു. അതാണ് കല്ലപ്പമാകണ പരിപാടി. വേറെ ഒരു സാക്ഷ്യം നമ്മൾ കേട്ടില്ലേ, ആ കോട്ടയത്തൊരു സഹോദരി സാക്ഷ്യം പറഞ്ഞില്ലേ, 4 വർഷമായി അമേരിക്കൻ വിസയ്ക്ക് വേണ്ടി അവർ ട്രൈ ചെയ്യുന്നു. ഈ ബന്ധുക്കൾ സ്വന്തപ്പെട്ട് വരുമ്പം ഭർത്താവിന് അനുജന്മാരൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു, കല്ല് പോലെ ഇരിക്കുകയായിരുന്നു. അവർക്ക് അറിയത്തില്ലായിരുന്നു, അവർ നല്ലവരാണ്, പക്ഷേ ഹൗ ടു ഡു ഇറ്റ് എന്ന് അവർക്ക് അറിയത്തില്ലായിരുന്നു. ഉടമ്പടി ചെയ്ത് കഴിഞ്ഞപ്പോൾ അമ്മ അവരെ കൊണ്ട് തോണ്ടി നിങ്ങൾക്ക് ചെയ്യാവുന്ന കേസേ ഉള്ളതെന്ന് പറഞ്ഞു. ഉടനെ 1 സെക്കൻഡിൽ അവർ വിളിക്കുകയാണ്, ഇവിടെ വരെ എത്തി, അത്രയാ ശരി, ഇനി നീ ചെയ്യേണ്ട, ഇത് ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞു. കല്ലിൽ നിന്ന് ബൃഹത്സന്തതി ജനിക്കണം കണ്ടല്ലേ, കൈയിടിച്ച് കർത്താവ് കാരുണ്യത്തിന്. അപ്പോൾ നമ്മളെ സഹായിക്കാനുള്ള സംവിധാനങ്ങളും സാഹചര്യങ്ങളും നമുക്ക് ചുറ്റുമുണ്ട്, പക്ഷെ കല്ല് പോലെ ഇരിക്കുകയാണ്. ഈ കല്ലിനെ അപ്പമാക്കി മാറ്റുന്നതാണ്, ഈ കല്ലിനെ ബൃഹത്സന്തതികളായി മാറ്റുന്നതാണ്, സാധ്യമല്ലാതെ സാധ്യമാക്കി തീർക്കുന്നതാണ് വിശ്വാസം. പക്ഷേ വി ആർ ഫോളോയിങ് മരിയൻ ഫെയ്ത്ത്. അമ്മ വിശ്വാസമാണ്. അമ്മ വിശ്വാസം എന്താ? സ്നേഹനിർഭരമായ വിശ്വാസമാണ്. അത് വലിയ അടയാളങ്ങൾ അന്വേഷിക്കേണ്ടതല്ല. ഇതിൻ്റെ ചാർച്ചക്കാരി എലിസബത്ത് വന്ധ്യ എന്ന് അറിയപ്പെട്ടിരുന്ന അവൾക്കിത് 6-ാം മാസമാണ്. ദൈവത്തിനൊന്നും അസാധ്യമല്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അമ്മ എലിസബത്തിനെ കാണാൻ പോയെന്ന കാര്യം സത്യമാണ്. പക്ഷെ അതിക്ക് മുമ്പ് അമ്മ പറയാനുള്ളത് പറഞ്ഞിട്ടാണ് പോയത്. അമ്മ എലിസബത്തിനെ കാണാൻ പോയെന്നുള്ള കാര്യം സത്യമാണ്. പക്ഷെ അതിക്ക് മുമ്പ് പറയാനുള്ളത് അമ്മ പറഞ്ഞു. എന്താണ്? ബിഹോൾഡ് ദ ഹാൻഡ് മെയ്ഡ് ഓഫ് ദി ലോർഡ്, ദ കർത്താവിൻ്റെ ദാസി. എലിസബത്തിനെ കണ്ടാലും കണ്ടില്ലെങ്കിലും ഐ വിൽ ബി യുവർ മെയ്ഡ് സെർവൻറ്റ്, ഞാൻ നിൻ്റെ ദാസിയായിരിക്കും. നിൻ്റെ സാക്ഷി എന്ന് പറഞ്ഞാൽ നിന്റെ വചനത്തിന്റെ സാക്ഷി. കൈയടിച്ച് കർത്താവ് പരമദിവ്യകാരുണ്യത്തിന്. അമ്മ വിശ്വാസം പ്രഖ്യാപിക്കുന്ന രീതി കണ്ടില്ലേ? എന്താ പറഞ്ഞത്? ഇതാ കർത്താവിൻ്റെ ദാസി. പറഞ്ഞേ, കർത്താവിൻ്റെ ദാസി എന്ന് വെച്ചാൽ എന്തിനാണ് ദാസ്യാവസ്ഥ? അങ്ങയുടെ വചനം പോലെ എന്നിലെ സംഭവിക്കട്ടെ. വചനത്തിനാണ് സമർപ്പണം, അടയാളത്തിനല്ല. എലിസബത്തിൻ്റെ വാർദ്ധക്യത്തിൽ കാണുന്ന നിറവയറിൻ്റെ അടയാളത്തിനല്ല അമ്മ ദാസ്യാവസ്ഥയുടെ സമർപ്പണം. പിന്നെ എന്തിനാണ്? ആ വചനത്തെ മാംസമാക്കിയ വചനത്തിനാണ്, കർത്താവിൻ്റെ വചനത്തിനാണ്. അതല്ലേ അമ്മയും മറ്റുള്ളവരും തമ്മിലുള്ള വ്യത്യാസം. എന്താണ്? കർത്താവ് ചോദിക്കണില്ലേ? സങ്കടത്തോടെയാണ് ചോദിക്കണത്. അടയാളങ്ങളെ കണ്ടല്ലാതെ നിങ്ങളെ വിശ്വസിക്കില്ലല്ലോ. സ്നേഹമുള്ളവൻ അടയാളം കണ്ടില്ലെങ്കിലും വിശ്വസിക്കും. വിശ്വാസമൊക്കെ ഒരു വരുമാനത്തിൻ്റെ മാർഗമായിട്ട് സുവിശേഷത്തിൽ നമ്മൾ കാണുമ്പോൾ സ്നേഹം വരുമാനത്തിൻ്റെ മാർഗമല്ല. വൈ വി ലവ്, വി ഫീൽ ലവ്. അത് തന്നെ എൻ്റെ കാരണം. എന്തുകൊണ്ടാണ് നമ്മൾ സ്നേഹിക്കുന്നത്? എന്തെങ്കിലും കിട്ടുമെന്നോർത്തിട്ടല്ല, സ്നേഹം ഉള്ളത് കൊണ്ടാണ്. ദൈവത്തോട് നമുക്ക് സ്നേഹമുള്ളതിൻ്റെ അടിസ്ഥാനം എന്താണ്? ആദ്യം അവിടുന്ന് നമ്മൾ സ്നേഹിക്കുകയും തൻ്റെ ഏകജാതനെ നമുക്ക് പരിഹാരമായി നൽകുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. ദൈവമേ, അഭിഷേക തിരുവചനത്താൽ
ഞങ്ങളുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തി നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിത സങ്കടങ്ങള് അങ്ങ് ഏറ്റെടുക്കുന്നതിന് നന്ദി പറയുന്നു. അമ്മയുടെ മാതൃശക്തി ഞങ്ങളുടെ കുടുംബങ്ങളും ജീവിത മേഖലകളിലെ മേൽ അഭിഷേകമായി നൽകുന്ന നന്ദി പറയുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളെ, കർത്താവിനെ കേൾക്കണം. എന്താ കാര്യം എന്നറിയാവോ? 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് എലിസബത്തിനെ കാണാൻ അമ്മ പോയത്. എലിസബത്തിനെ കാണുമ്പോഴേ പരിശുദ്ധാത്മാവിൽ എലിസബത്ത് നിറയും അല്ലേ? അപ്പോൾ എലിസബത്ത് പറഞ്ഞ വാക്കെന്താണ്? എൻ്റെ കർത്താവിൻ്റെ അമ്മ. പറഞ്ഞേ, എന്നെ കാണാൻ എനിക്കെങ്ങനെ യോഗ്യത? അതിൻ്റെ അർത്ഥം എന്താ? പരിശുദ്ധാത്മാവ് പറയുന്നു മറിയം പ്രഗ്നൻ്റ് ആണെന്ന്. എപ്പോൾ പ്രഗ്നൻ്റായി? അല്ലേ? അതല്ലേ സത്യം. പരിശുദ്ധാത്മാവ് പറയുന്നു, മേരി യു ആർ പ്രഗ്നൻ്റ്, നീ ഗർഭവതിയാണ്, നീ പുത്രൻ തമ്പുരാനെ ഗർഭം ധരിച്ചിരിക്കുന്നു. എപ്പോഴാണ് പ്രഗ്നൻ്റ് ആയത്? എലിസബത്തിൻ്റെ അടയാളം കണ്ടിട്ടാണ് മറിയം പ്രഗ്നൻ്റ് ആയത്? നോ! പിന്നെന്താണ്? വചനം കേട്ടിട്ട് കൈയടിച്ച് കർത്താവ് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, വചനാഭിഷേകം. എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. ഒന്ന് ആത്മാർത്ഥത്തോടെ പ്രാർത്ഥിച്ച്, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അടയാളങ്ങൾ നീണ്ടുപോയാലും ചില കാര്യങ്ങൾക്ക് അടയാളം കണ്ടില്ലെങ്കിലും വചനം പാലിച്ച് അമ്മയെപ്പോലെ വചനം നിറവേറ്റി ദൈവകൃപ പ്രാപിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. വചനാഭിഷേകം നൽകണമേ, വചനകൃപ ചൊരിയണമേ. സാക്ഷിയായി ജീവിക്കുവാൻ അമ്മയിൽ വസിച്ച അതേ ആത്മാവിനാൽ അമ്മയുടെ മധ്യസ്ഥതയില് ദൈവത്തോട് ഉടമ്പടി ചെയ്ത ഞങ്ങളുടെ അടയാളങ്ങള് താമസിച്ച് പോകുമ്പോഴും അമ്മയെപ്പോലെ വിശ്വസിക്കുവാൻ, അമ്മയെപ്പോലെ സ്നേഹിക്കുവാൻ അഭിഷേകം ചെയ്യണമേ. ശ്രുതികട ഉള്ളവരെ ഓക്കെ. ഉടമ്പടിയിൽ ഒത്തിരിയേറെ പേര് ഉടമ്പടി തൈലം ഈ PCOD ഭാഗത്ത് അടിവയറ്റ് തേക്കുമ്പോൾ തന്നെ ആ കുരുക്കളെല്ലാം ഊർന്നു പോയ സാക്ഷ്യങ്ങൾ നമ്മൾ ഉടമ്പടി കേട്ടതാണ്. അപ്പോൾ ദൈവത്തിന് ഒരു സെക്കൻഡ് മതി നിന്നെ സംരക്ഷിക്കാനും സുഖപ്പെടുത്താനും. ദൈവത്തിലെ അച്ഛൻ അമ്മയുടെ ഈശോൻ്റെ നടുക്ക് നിൽക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി, ഉടമ്പടി ചെയ്ത നിങ്ങൾക്ക് വേണ്ടി. അപ്പം നിങ്ങൾക്ക് ഈ അവകാശത്തിന് അർഹരാണ് നിങ്ങൾ. കാരണം നിങ്ങൾക്ക് ആ വിശ്വാസമുണ്ട്, ദൈവസ്നേഹമുണ്ട്. അഭിഷിക്തൻ നിൻ്റെ ഈശോയുടെ നാമത്തിൽ കൈയെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ ത്വക്ക് രോഗങ്ങൾ, നിൻ്റെ കിഡ്നി രോഗങ്ങൾ, നിൻ്റെ വാതരോഗങ്ങൾ ഇന്ന് കണ്ടില്ലേ, സാക്ഷ്യം കേട്ടില്ലേ? അത് സന്ധിവാദങ്ങളിൽ 9 വർഷം തരിപ്പണമായി നിന്ന ആൾക്കാരാണ്. വാദത്തിൻ്റെയൊക്കെ അസുഖം അറിയാമല്ലോ, ഒരു പരിധിവരെയൊക്കെ മെഡിസിൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇന്ന് അവർ പയർ പോലെ ഇങ്ങനെ നടന്ന് ഇവിടെ നിൽക്കുന്ന സാക്ഷ്യം പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? കർത്താവ് ഒരു സെക്കൻഡ് വിചാരിച്ച നിൻ്റെ രോഗങ്ങൾ സുഖപ്പെടും. അച്ഛനെ എല്ലാ രോഗങ്ങളെയും ഈ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് തോന്നും നമുക്ക് ആദ്യം വേണ്ടത് കാരുണ്യമാണ് വേണ്ടതെന്ന്. എന്താ കാര്യമെന്നറിയാവോ? നിങ്ങൾക്ക് ചുറ്റുമുള്ള എല്ലാ രോഗികളെയും മനസ്സിൽ കാണുന്നു. കാര്യം ശരീരത്തിലെ പീഡകളെന്ന് പറയണത് അത് ഭയങ്കരമായ ദുരിതമായത് കൊണ്ടാണ് ഈശോ ശരീരത്തിലെ പീഡകളെ ഏറ്റെടുത്തിരിക്കുന്നത്.
അച്ഛൻ ഇപ്പോഴും പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവ് നിങ്ങളെ സുഖപ്പെടുത്തും. നിങ്ങൾക്ക് അൾത്താരെ കയറി ഈശോ സാക്ഷ്യം പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്താൻ സഹായിക്കും. ഇപ്പോഴും അസ്ഥി രോഗങ്ങളെ കർത്താവ് സുഖപ്പെടുത്തുന്ന സമയമാണ്. അസ്ഥി വളഞ്ഞ അസ്ഥികളുണ്ട്, അസ്ഥി ബെൻഡായ അസ്ഥികളുണ്ട്, അസ്ഥിയുടെ ചില വശങ്ങളിൽ ശേഷിക്കുറവുള്ള അസ്ഥികളുണ്ട്. കർത്താവേ, അസ്ഥികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, അസ്ഥി ബന്ധങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, അസ്ഥി ഉരുക്കത്തെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, അസ്ഥി ശോഷണത്തെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അസ്ഥി രോഗങ്ങളെ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഇന്നലെ ഒരു ചെറുപ്പക്കാരനായ കിഡ്നി പേഷ്യൻറ്റിനെ ഞാൻ ആൾക്കാരെ കൊണ്ടുപോയി മുട്ടുകുത്തി പ്രാർത്ഥിപ്പിച്ചു. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി ആ മനുഷ്യൻ സുഖപ്പെടണം. ഞാൻ ഈശോയ്ക്ക് വേറൊരു ഓപ്ഷനും കൊടുത്തിട്ടില്ല, വേറെ ഒരു ഓപ്ഷനും. ഞാൻ കട്ടൻ ഡേറ്റായിട്ട് കട്ടായം പിടിച്ചിട്ടുണ്ട് അതിനെ, അവൻ സുഖപ്പെടണമെന്ന്. അതുപോലെ നിങ്ങളും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒക്കട്ടെ, സുഖപ്പെടണേ അങ്ങനെ ചെയ്യരുത്. പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ കർത്താവ് ശരീരത്തിൻ്റെ മേലും ആത്മാവിൻ്റെ മേലും വിജയം വരിച്ചവനാണ്. അവൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പൊന്നോ വെള്ളിയോ എൻ്റെ കയ്യിലില്ല, എനിക്ക് വേണം നിർബന്ധമില്ല. പക്ഷേ എൻ്റെ സ്വത്തെന്ന് പറയണത് എൻ്റെ കർത്താവിൻ്റെ നാമമാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് സ്റ്റാൻഡ് അപ്പ് എന്ന് പറയുമ്പോൾ കർത്താവ് ശിമിശായി നിന്റെ ഉന്നതമായ നാമത്തിൽ, നിന്റെ ഉന്നതമായ നാമത്തിൽ, നിന്റെ ഉന്നതമായ നാമത്തിൽ മാരക രോഗങ്ങൾ, ത്വക്ക് രോഗങ്ങൾ, കിഡ്നി രോഗങ്ങൾ, കരരോഗങ്ങൾ, ഹൃദയ രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. സാക്ഷ്യം പറഞ്ഞപ്പോൾ ബ്രദർ അത് കമൻറ്റ് ചെയ്യാണ്ട ബ്രദർ എന്താ പറഞ്ഞതെന്നറിയാവോ? നിങ്ങൾ അദ്ദേഹം പറഞ്ഞ് കേട്ടായിരുന്നോ? അദ്ദേഹം പറഞ്ഞത് ഉടമ്പടി എല്ലാ ജീവിത മണ്ഡലങ്ങളെയും സർവസ്പർശിയായി നിൽക്കുന്നത്. അതുകൊണ്ടാണ് നമുക്കൊരു ദൈവം ഉടമ്പടി തന്നത്, അല്ലേ? പണ്ട് ഞാനൊരു സ്വപ്നം കണ്ടായിരുന്നു, കൃപാസനം പൊളിച്ച് പണിയണമെന്ന്. എന്നിട്ട് പക്ഷേ പണിയണത് ആരാണ്? എന്തിലാണ്? ഓലക്കെട്ടിടത്തിലാണ് പണിയണത്, അല്ലാതെ കല്ലുങ്കുമായത്തിലല്ല. എന്നിട്ട് അവിടെ ഗോഡെന്ന് സിൽവറിൽ എഴുതി വച്ചിട്ടുണ്ട്, കുരിശില്ല, ഗോഡെന്ന് മതി. അതായത് ഈ ആലയത്തിൻ്റെ കൂരയിലെ ആര് കയറിയാലും, ഏത് മതസ്ഥൻ കയറിയാലും ദൈവം അവനെ സഹായിക്കും. ഇപ്പോൾ ക്രൈസ്തവരല്ലാത്ത സഹോദരങ്ങൾ ഉടമ്പടി എടുക്കാൻ വരും. അപ്പം ഞങ്ങൾ പറയും നിങ്ങൾക്ക് ഉടമ്പടി എടുക്കാൻ അനുവാദമില്ല. എന്താ കാര്യം? അതിൻ്റെ അകത്ത് കുറേ വിശ്വാസികളുടെ പ്രാർത്ഥനാ ക്രമങ്ങൾ ഉള്ളത് കൊണ്ടാണ്. പക്ഷെ നിങ്ങൾക്ക് സ്വന്തമായി പ്രാർത്ഥിച്ചിട്ട് പോകാം വന്ന സ്ഥിതിക്ക്. പക്ഷേ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഇടത്തിൽ ആര് വന്നാലും ദൈവം അവരെ സാന്ത്വനപ്പെടുത്തും. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സ്വപ്നങ്ങളിലൂടെ ദൈവത്തിൻ്റെ മനസ്സ് വെളിപ്പെടുന്നത്. ചില അല്പവിശ്വാസികളും അല്പബുദ്ധികളൊക്കെ ആക്ഷേപം ഉണ്ടാക്കുന്നുണ്ട്, മതം മാറ്റമാണ് ഒക്കെ ചുമ്മാ കള്ളത്തരം. അവർക്കും അറിയാം അത് കള്ളത്തരമാണ്, അങ്ങനെ ഒന്നും നടക്കണില്ല. പിന്നെ ഒരു ആക്ഷേപം ഉണ്ടാക്കിയെടുക്കുക. പിശാച് വ്യത്യസ്തങ്ങളായ രീതിയിലല്ലേ പ്രവർത്തിക്കുന്നത്. അവനവൻ്റെ വിശ്വാസം സത്യസന്ധമായിട്ട് ആര് ദൈവത്തിൽ ആശ്രയിക്കുന്നുവോ അവന് വെറും കൈയോടെ ദൈവം പറഞ്ഞു വിടത്തില്ല. പരിശുദ്ധ അമ്മയിലേക്ക് അമ്മ പ്രഗ്നൻ്റായി കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് പരിശുദ്ധാത്മാവ് നൽകിയ വാഗ്ദാനം, ഒന്നാമത്തെ വാഗ്ദാനം അവളുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായ ഈശോയാണ്. പിന്നത്തെ വാഗ്ദാനം എന്താണ്? തൻ്റെ ഭക്തരെ അവിടുന്ന് തലമുറകൾ തോറും സംരക്ഷിക്കും. ഞാൻ ഈ അമ്മേൻ്റെ പുറകെ സാരിത്തുമ്പെ പിടിച്ച് തൂങ്ങിക്കിടക്കണ എന്താ? ഭക്തനെ തലമുറകൾ തോറും സംരക്ഷിക്കും. വിശക്കുന്ന എല്ലാ ക്രിസ്ത്യാനികളെയും സദ്വിഭവം കൊണ്ട് നിറക്കുമെന്നാണ് പറഞ്ഞിരിക്കണത്. അല്ല, വിശക്കുന്നവരെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആരെന്തവസ്ഥയിൽ വിശന്നാലും
അവരെ സദ്വിഭവം കൊണ്ട് നിറയ്ക്കും. കൈ ഇടിച്ച് കിടത്താണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എല്ലാവരുടെയും വേദനയും നമ്മുടെ വേദനയായിട്ട് തോന്നുമ്പോൾ നീ ദൈവ പൈതലായി. എപ്പോഴാണ് നീ ദൈവ പൈതലാകണത്? എല്ലാവരുടെ വേദനയും നിൻ്റെ വേദനയായിട്ട് നിനക്ക് ഫീൽ ചെയ്യുമ്പോൾ നീ ദൈവ പൈതലായി. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ജോലിയില്ലാത്തവരെ, സാമ്പത്തികമായ കടങ്ങളാൽ അപമാനപ്പെടുന്നവരെ, ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ മക്കളോടും കുടുംബത്തോടും പാലിക്കാൻ നിസ്സഹായരായി, കഴിവുകെട്ടവരായി നിന്ന് പോകുന്നവരെ, ഓ അമ്മേ, പരിശുദ്ധ അമ്മേ, ഈ നിമിഷം ഈശോയുടെ അടുത്ത് ആ കുടുംബങ്ങളെ സമർപ്പിക്കണമേ. ഈ ആഴ്ചയിൽ അടയാളം കൊണ്ട് അവരെ ആശ്വസിപ്പിക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ശക്തിയാൽ സ്ഥിരീകരിക്കണമേ. ഹല്ലേലൂയ. ഓ പ്രിയ അഭിഷേകമേ, ഓ പ്രിയ അഭിഷേകമേ, കൈകൾ ഉയർത്തി കാറ്റായി വീശണമേ, കാറ്റായി വീശണമേ, ഓ പ്രിയ അഭിഷേകമേ, കരങ്ങൾ വീശി ഓ പ്രിയ അഭിഷേകമേ, കാറ്റായി കാറ്റായി വീശണമേ, കാറ്റായി വീശണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് കുടുംബകലഹങ്ങളുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ പിണങ്ങി കഴിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പിണങ്ങി കഴിയുമ്പോൾ ചില ഭർത്താക്കന്മാരായിരിക്കും കൂടുതൽ വേദനിക്കണത്. ചില കാര്യത്തിൽ ഭാര്യമാരായിരിക്കും കൂടുതൽ വേദനിക്കണത്. അച്ഛൻ്റെ അഭിപ്രായം അറിഞ്ഞുകൊണ്ട് വേദനിപ്പിക്കാതിരിക്കുന്നതാണ് നെടുനാളത്തേക്ക് നല്ലത്. തൽക്കാലം നിൻ്റെ അമ്മയുണ്ട്, നിനക്ക് ജോലിയുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പം നീ മസിൽ പിടിക്കും. പക്ഷേ പണി 8 നിനക്ക് വരുന്നുണ്ട്. ഇതൊന്നുറങ്ങിയ നേരം വിളിക്കുക. ആരുടെ ആര് ജയിച്ചെന്നാണ് നിങ്ങൾ പറയണത്? നമ്മൾ മൊത്തം തോക്കിയാണ്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, തകർന്ന കുടുംബങ്ങൾ, തകരുന്ന കുടുംബങ്ങൾ, തകർക്കുന്ന കുടുംബങ്ങൾ, തെറ്റിദ്ധാരണയാൽ കേസിൽ അകപ്പെട്ട കുടുംബങ്ങൾ, കുടുംബ ജീവിതങ്ങളുടെ മേൽ കർത്താവിൻ്റെ കരുണ ചൊരിയട്ടെ. കർത്താവിൻ്റെ കരുണ ചൊരിയട്ടെ. അകന്നു പോയത് കർത്താവ് വിളക്ക് ചേർക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അഭിഷേകമേ, അഭിഷേകമേ, കാറ്റായി വീശണമേ, കാറ്റായി വീശണമേ, ഓ അഭിഷേകമേ, ഓ അഭിഷേകമേ, കാറ്റായി വീശണമേ, കാറ്റായി വീശണമേ. പ്രൈസ് ദി ലോർഡ്. ഓരോരുത്തർക്കും അവകാശപ്പെട്ടത് കൊടുക്കാൻ പറഞ്ഞിരിക്കുക കർത്താവിൻ്റെ വചനം. നികുതി അവകാശപ്പെടുന്ന നികുതിയും, കപ്പം അവകാശപ്പെട്ടവർക്ക് കപ്പവും. സ്വന്തപ്പെട്ടവരിൽ നിന്ന് നികുതി, അന്യരിൽ നിന്ന് കപ്പം. പകന്ന് അടുത്തവരിൽ നിന്ന് നികുതിയും അകന്നവരിൽ നിന്ന് കപ്പവും. അങ്ങനെയാണ്. അപ്പം അത് ഓരോരുത്തർക്കും അവകാശപ്പെട്ടതാണത്.
കർത്താവിൻ്റെ വചനം പറയണത് കൊടുക്കാനുള്ളത് കൊടുക്കാൻ പറഞ്ഞിരിക്കുക. അടുത്തവർക്കായാലും അകന്നവർക്കായാലും പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അടുത്തവർക്കും അകന്നവർക്കും അവകാശപ്പെട്ടത് നൽകിക്കൊണ്ട് ദൈവനീതി നിറവേറ്റി സ്വർഗരാജ്യത്തിന് സന്തതികളായി ദൈവകൃപ ആർജിക്കുവാൻ അഭിഷേകം ചെയ്യണമേ. ഓ ആരാധ്യനെ, അഭിഷേകം ചെയ്യണമേ. പ്രിയമുള്ളവരെ, ചിലർക്ക് തെറ്റിദ്ധാരണകളുണ്ടാകും. പക്ഷേ നിങ്ങൾ കുറച്ച് നാൾ കഴിയുമ്പോൾ നല്ല ധാരണയിലേക്ക് വരും. പക്ഷെ നിങ്ങളുടെ കാലം കഴിഞ്ഞിരിക്കും. അതാണ് അന്ധത, ഇരുട്ട്, അന്ധകാരം എന്നൊക്കെ പറയണത്. സത്യം കാണാൻ പാടില്ലാത്തൊരവസ്ഥ, ഇരുട്ട്. ചില വ്യക്തികളെക്കുറിച്ച് നിങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകും. ചിലപ്പോൾ ഭർത്താവിനെക്കുറിച്ചാകാം, ഭാര്യയെക്കുറിച്ചാകാം, അയൽവാസിയെക്കുറിച്ചാകാം, നിൻ്റെ ഓഫീസിലുള്ള വ്യക്തികളെക്കുറിച്ചാകാം. നിൻ്റെ കണ്ണ് മൂടപ്പെട്ടിരിക്കും. ബൈബിളിലുള്ളതാണ്, അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നുവെന്ന്. കർത്താവിൻ്റെ വചനം കേട്ടപ്പോൾ ഹൃദയം ജ്വലിച്ച് കണ്ണ് തുറന്ന് തിരിച്ചറിഞ്ഞെന്ന്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, തെറ്റിദ്ധാരണയോടെ കണ്ണുകൾ മൂടപ്പെട്ടവരെ അങ്ങയുടെ പെരുവിരലാൽ, വചനത്തിൻ്റെ വിരലാൽ ആത്മാവിൻ്റെ കണ്ണുകളെ തുറക്കണമേ. കാഴ്ച നൽകണമേ. ഹൃദയഭാരം മാറ്റണമേ. വെളിച്ചം നൽകണമേ. ശ്രുതികട ഹല്ലേലൂയ. പല ബന്ധങ്ങളും അങ്ങനെയാണ്. തെറ്റായ നിൻ്റെ കുടുംബത്തിൻ്റെ പാരമ്പര്യം, ജാത്യം, നിൻ്റെ കുടുംബത്തിൻ്റെ നിലവിശ്വാസം, അതിന് വിരുദ്ധമായ ബന്ധങ്ങളിൽ ചെന്ന് കഴുത്ത് വെച്ച് കൊടുത്തിട്ട് ഒത്തിരി പെൺപിള്ളേർ ചതിക്കപ്പെടുന്നുണ്ട് വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ. ഇപ്പോഴത്തെ പ്രണയം എന്നൊക്കെ പറയുന്നത് 1 മാസം കൊണ്ട് ശാരീരിക ബന്ധം വരെ നടക്കുന്ന കാരണം ആർക്കും തലയൂരാൻ പറ്റാത്ത വലിയ ചതിക്കുഴികളിലാണ്. പ്രാർത്ഥിക്കാത്തവരും പ്രാർത്ഥിക്കാത്ത കാലങ്ങളിലും ചതിക്കുഴി അകപ്പെട്ടിരിക്കുന്ന മക്കൾ, മാതാപിതാക്കന്മാർക്കും കുടുംബത്തിലുണ്ടാക്കുന്ന ഞെരുക്കങ്ങൾ ഈ ജന്മം കൊണ്ട് തീർത്താൽ തീരാത്തതാണ്. സ്തുതിക്കട്ടെ. കർത്താവേ, നിൻ്റെ ഉന്നതമായ നാമത്തിൽ അങ്ങനെയുള്ള എല്ലാ മക്കളുകളിലെയും കർത്താവേ, നിൻ്റെ വിശുദ്ധമായ രക്തം തളിക്കപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്ന ഈശോ, എല്ലാ തിന്മകളിൽ നിന്ന് യേശു ക്രിസ്തു ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ സർവ്വ തിന്മകളെയും നിർവീര്യമാക്കുന്ന ആന്തരിക ബന്ധനങ്ങളെ യേശു ക്രിസ്തു നാമത്തിൽ അഴിച്ചു മാറ്റുന്ന. ഹല്ലേലൂയ. നിങ്ങളുടെ എന്തെങ്കിലും വിഷയങ്ങളെ വിട്ടുപോയി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും കർത്താവിൻ്റെ അനുവാദത്തോടെ നിങ്ങൾക്ക് ഇട്ടിരിക്കുന്ന അവസരമാണ്. നിങ്ങളത് കർത്താവിന് സമർപ്പിക്കുക. പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുക. നിങ്ങളുടെ കണ്ണുനീരിൻ്റെ കുടുംബാവസ്ഥകൾ ഇപ്പോഴും പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുക. രണ്ടാമത് ചെയ്യേണ്ടത്, കൃപാസനം ടൈമിൻ്റെ ധ്യാനകേന്ദ്രമാണ്. സമയഘടികാരം നെഞ്ചിലേറ്റിയാണ് അമ്മ പ്രത്യക്ഷപ്പെട്ടത്. അപ്പം നിൻ്റെ ജീവിതത്തിൻ്റെ ചില സമയങ്ങൾ, നിർണായകമായ ഡേറ്റുകൾ ഇപ്പോൾ ഓർക്കാം. ആ ഡേറ്റിൽ ചിലപ്പോൾ സ്ഥലം അളവിൻ്റെ ഡേറ്റ് ആകാം, ചിലപ്പോൾ പരീക്ഷ ഡേറ്റ് ആകാം, ചിലപ്പോൾ ഇൻ്റർവ്യൂ ഡേറ്റ് ആകാം. ആ ടൈം ഓർക്കുക. ആ ഡേറ്റ് ആൻഡ് ടൈമിൽ കർത്താവിന് സമർപ്പിക്കുക. ചിലപ്പോൾ ഡോക്ടറിനെ കാണാൻ ഡേറ്റ് ആകാം, ചിലപ്പോൾ സ്കാനിങ്ങിൻ്റെ സമയമാകാം, ചിലപ്പോൾ ഓപ്പറേഷൻ ടൈം ആകാം, ചിലപ്പോൾ ഡെലിവറി ഡേറ്റ് ആകാം. അതെല്ലാം ഇപ്പോൾ ഓർക്കുക. ചിലപ്പോൾ നിങ്ങൾ കയറിപ്പോകുന്ന, ജോലിക്ക് വേണ്ടി കയറിപ്പോകുന്ന ഡേറ്റുകളാകാം. ചില സർട്ടിഫിക്കറ്റ് കിട്ടേണ്ട ലാസ്റ്റ് ഡേറ്റുകളാകാം. ഡേറ്റ് ആൻഡ് ടൈം ഓർക്കുക. എന്നിട്ട് പരിശുദ്ധ അമ്മ വഴി ഈ ഡേറ്റ് ഞാൻ ഈശോയ്ക്ക് ദിവ്യകാരുണ്യത്തിന് സമർപ്പിക്കണമെന്ന് പറഞ്ഞ് അനുഗ്രഹത്തിനായി യാചിക്കുക.
മാക്സിമം പ്രേക്ഷിത വേലയാണ് ചെയ്യേണ്ടത്. ഉടമ്പടിയുടെ മെയിൻ കാരണങ്ങളൊന്ന് ഈശോനെ അറിയാത്തവരെ അറിയിക്കുകയും അറിഞ്ഞവരെ ആഴപ്പെടുത്തുകയുമാണ്. അതിനാണ് നമ്മൾ 50ഉം 100ഉം പത്രങ്ങൾ വാങ്ങിക്കുന്നത്. പണമുള്ളവരെ 50ഉം 100ഉം പത്രം വാങ്ങിച്ച് എവിടെയാണ് യാത്ര പോകുന്നത് അവിടെ എല്ലാം പ്രാർത്ഥനാപൂർവം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കേണ്ടതാണ്. ഉറുദു, ഹിന്ദി, തമിഴ്, തെലുങ്ക്, ഇംഗ്ലീഷ്